ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവായിട്ട് സംസാരിച്ചിട്ട് ഇതേ നമ്മുടെ നവീനെ കാണാൻ അനി പോരുന്നേ. അപ്പോൾ അനി നവീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കോടതിയിലെ കാര്യങ്ങൾ ചോദിച്ചു. കോടതിയിലെ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഒരിക്കലും കൂട്ടുകാരെ ചതിക്കുന്ന ഒരാളല്ല എന്ന് നവീൻ അനിയോട് പറയാം. അപ്പം ഞാൻ ഒരിക്കലും നിന്നെ അങ്ങനെ വഞ്ചിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അനി പറയുമ്പം അങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള എൻ്റെ വിശ്വാസം. എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഫ്രണ്ടായി കാണുന്ന ഒരാളെയാണല്ലോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അനിയെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ നവീൻ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം. ഇപ്പോൾ വിഷയം അതല്ലല്ലോ, നീ ആ വിഷയത്തിൽ നിന്ന് വിട്ട് ഈ കാര്യം പറയാൻ പറഞ്ഞപ്പോൾ അതൊരു വിഷയം തന്നെയാണല്ലോ എന്ന് നവീൻ പറഞ്ഞു. ആ വിഷയത്തിൽ നിന്ന് വിടേണ്ട കാര്യമില്ലല്ലോ എന്നും. എന്തായാലും ഈ ഒരു ഡിവോഴ്സോട് കൂടി നീ ഫ്രീ ആകും. പിന്നെ നിന്റെ ജീവിതത്തിലേക്ക് നിനക്ക് ആര് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഡിവോഴ്സ് ഞാൻ നടത്തി തരുന്നതിൻ്റെ നന്ദി എന്തായാലും നീ എന്നോട് കാണിക്കുമെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ വിവാഹം നീ തന്നെ മുന്നിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് നടത്തി തരുമെന്നും എനിക്കറിയാം. എന്തായാലും നിൻ്റെ ആ ഒരു സംശയം നാളെ കഴിഞ്ഞത്തോടു കൂടി ഞാൻ മാറ്റി തരുമെന്ന് പറഞ്ഞു. കോടതിയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോളാനും അനിയോട് പറയാം. ഞാനായിട്ട് ഒരിക്കലും നിന്നെ ചതിക്കില്ല എന്നും നാളെ കഴിഞ്ഞ് എനിക്ക് ഡിവോഴ്സ് കിട്ടുമോടാന്ന് ചോദിച്ചപ്പം അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല എന്ന് നവീൻ പറയുന്നു. അത് കേട്ടപ്പോൾ അനി അന്ന് നീ അങ്ങനെ പറഞ്ഞു നീറ്റ് അല്ല, ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അതിനപ്പുറം ഇനി കോടതി എന്ത് വിധിക്കുന്നു എന്നുള്ളതിലല്ലേ ബാക്കി കാര്യങ്ങൾ ഇരിക്കുന്നതെന്ന് ചോദിക്കാം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ ഞാൻ ചെയ്യുമെന്നും പറയുകയാണേ. അങ്ങനെ അനിയും നന്ദുവും കൂടെ പിന്നെയും കാണുക ഈ നവീനെ കണ്ട് സംസാരിച്ചതിന് ശേഷം. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നവീൻ നിന്നെ ഞാൻ കുറച്ചൊന്നും അല്ലടാ വെള്ളം കുടിപ്പിക്കാൻ പോണേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് അനി നേരെ നന്ദുവിനെ കണ്ടു. നന്ദുവിനെ കണ്ടിട്ട് നന്ദുവിനോട് വിവരങ്ങളെല്ലാം പറയുകയാണ്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ ഇനി നമ്മളെ കാര്യമായിട്ട് സഹായിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ലെന്ന്. അപ്പോൾ എന്തൊക്കെയോ അവൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ അനി ഇങ്ങനെ പറഞ്ഞപ്പം അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാടാ, നവീനേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു വീണ്ടും പറയാം. നവീനേട്ടൻ അങ്ങനെ ഒരുപാട് പ്രതീക്ഷ നിനക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പക്ഷേ ഇനി അതുകൊണ്ടാണോ നവീനേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്കാണെങ്കിൽ തീരെ വിശ്വാസമില്ല നവീൻ ചതിക്കും എന്ന് തന്നെയാണ് അനി പറയുന്നത്. നന്ദുവിനാണെങ്കിലും നവീനെ 100% വിശ്വാസവും. നവീനേട്ടൻ ഒരിക്കലും ചതിക്കില്ല, നീ വെറുതെ പറയുന്നതാണെന്ന രീതിയിൽ നന്ദുവും പറയുന്നു. എന്തായാലും മറ്റന്നാൾ നമുക്ക് കാണാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പറയുക. ഇത് കഴിഞ്ഞ് പിന്നെ അവിടെ വീട്ടിൽ മറ്റന്നാളത്തെ കോടതിയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്തപുരിക്കാർ. അപ്പോൾ മറ്റന്നാൾ എന്തായിരിക്കും കോടതിയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആദിയാണ് എല്ലാവർക്കും. അപ്പോൾ ദേവയാനിയും ആദർശും നയനയും ഒക്കെ ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നവീൻ ഈ ഒരു ഡിവോഴ്സ് എനിക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കും എന്ന കാര്യം ഇവർ തറപ്പിച്ച് പറയാം. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് നന്ദുവിന് ഇഷ്ടമുള്ള കാര്യം നവീൻ അറിയില്ലല്ലോ. ഇനി അത് അറിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇത് മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അത് അറിയാത്തിടത്തോളം എന്തായാലും എനിക്ക് വേണ്ടി തന്നെ നവീൻ സംസാരിക്കുമെന്നും ഈ ഒരു ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ അനിയുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും എന്നൊക്കെ പറയാം. പിന്നെ അനി തന്നെ ആയിരിക്കണം നന്ദുവിൻ്റെ വിവാഹം നടത്തി കൊടുക്കാൻ മുന്നിൽ നിൽക്കേണ്ടത്. കാരണം അത്രത്തോളം നവീനോട് എനിക്കൊരു കടപ്പാടുണ്ടാകുമെന്ന കാര്യവും പറഞ്ഞു. കാരണം അനിയുടെ ജീവിതം തിരിച്ചു കൊടുക്കുന്ന ആളാണ് നവീൻ. ആ നവീനെ വെറുതെ നിരാശപ്പെടുത്താനൊന്നും പറ്റില്ല എന്നൊക്കെ പറയാം. ഈ കാര്യം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനി അങ്ങോട്ടേക്ക് വരുന്നത്. അനി വന്നപ്പോഴത്തേക്ക് ഇവർ നവീനെ കണ്ടോ, കോടതിയിലെ കാര്യം വല്ലതും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ നവീനെ കണ്ടിട്ട് വരുവാണോ, മറ്റന്നാളാണ് കോടതിയിൽ വിളിക്കുന്നത്, എന്നാലും അവന് വലിയ ഉറപ്പൊന്നും ഇല്ലെന്ന് അവൻ പറഞ്ഞതെന്ന കാര്യം പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരുപക്ഷെ കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി വരുമെന്ന കാര്യം പറയാട്ടോ അവർ രണ്ടുപേരും. നവീൻ എന്തായാലും നിനക്ക് ഡിവോഴ്സ് മേടിച്ച് തന്നിരിക്കുമെന്ന കാര്യവും ദേവയാനി ഇങ്ങനെ പറഞ്ഞു. എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ആ കാര്യത്തിലില്ല, നവീൻ എന്തോ ഒരു ഉഴപ്പ് കാണിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ്. നവീൻ ഒരിക്കലും അങ്ങനെ തൻ്റെ ജോലിയിൽ വെള്ളം ചേർക്കുന്ന ഒരാളല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ശരിക്കും പറഞ്ഞാൽ നവീനോട്. ഇവരൊക്കെ നവീനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതും എനിക്കിഷ്ടമല്ല. തന്നെ ചതിക്കും എന്നുള്ളൊരു ധാരണ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും ഇനിയിപ്പോൾ എന്ത് വന്നാലും അത് നേരിടാൻ മനസ്സുകൊണ്ട് നമ്മളെല്ലാവരും തയ്യാറെടുക്കണമെന്ന് ഇവർ അനന്തപുരിയിൽ തീരുമാനിക്കുന്നു. അങ്ങനെ അനിയുടെ ഡിവോഴ്സും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ തലയ്ക്ക് മീതെ വന്നിങ്ങനെ നിൽക്കുകയാണ്.
ആ സമയത്ത് ഇത് കാര്യം തന്നെ അവിടെ ആ കനകയും ഗോവിന്ദേട്ടനും സംസാരിക്കുന്നു. ഇനിയിപ്പോൾ എനിക്ക് ഡിവോഴ്സ് എങ്ങാനും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനി നന്ദുവിൻ്റെ പിന്നാലെയുള്ള ഈ ഒരു നടത്തം കൂട്ടുകയല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഗോവിന്ദേട്ടൻ പറഞ്ഞു, ഇല്ല കനകയെ, ഒരിക്കലും ഇല്ല. നവീൻ അതുപോലെ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മുടെ അനിക്ക് ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്ദുവിനെ നവീൻ വിവാഹം ആലോചിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം എനിക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അനി നന്ദുവിൻ്റെ പിന്നാലെയൊന്നും അങ്ങനെ നടക്കില്ല. അങ്ങനെ ആ ഒരു ശല്യത്തിനൊന്നും അനി ഇനി വരില്ല. കാരണം നവീനോട് ചില്ലറ കടപ്പാടൊന്നും അല്ല അനന്തപുരിക്കാർക്കുള്ളത്. ആ ഒരു ഇത് എനിക്ക് നന്നായിട്ട് അറിയാം. ആ സാഹചര്യം നിലനിൽക്കെ അനി ഇനി നന്ദുവിനൊരു ശല്യമായി വരില്ല എന്ന കാര്യം പറഞ്ഞ് ഇവർ സ്വയം ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിനാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ടൊരു സമാധാനമില്ല. നന്ദു എന്നിട്ട് നവീനെ കാണണമെന്നും പറഞ്ഞൊന്ന് വിളിച്ചു. അപ്പം നവീൻ എവിടെയാണ് വരണ്ടേന്ന് ചോദിച്ചു. വരാമെന്നും പറഞ്ഞു. അങ്ങനെ നന്ദുവും നവീനും കൂടെ കാണാനായിട്ട് ഒരു കടൽ തീരത്ത് ചെല്ലുന്നു. അപ്പം നന്ദുവിനോട് ചോദിച്ചു, എന്താ നന്ദു എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേന്ന് ചോദിച്ചു. അപ്പം അത് നവീനേട്ട മറ്റന്നാൾ അനിയുടെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കോടതിയിൽ നടക്കാൻ പോവല്ലേ, അപ്പോൾ പിന്നെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്, എനിക്ക് ഡിവോഴ്സ് കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റിയൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നന്ദുവെന്ന് നവീൻ പറഞ്ഞു. അതെന്താ നവീനേട്ടൻ ഇപ്പം അങ്ങനെ പറയണേന്ന് ചോദിച്ചു. അല്ല, കോടതിയിൽ ഏതൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും അവരുടെ വക്കീൽ എന്തൊക്കെ പ്രിപ്പറേഷനാണ് നടത്തിയിരിക്കുന്നതെന്നും എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് അങ്ങനെ ഉറപ്പ് പറയുന്നതെന്നൊക്കെ ചോദിച്ചു. എനിക്ക് പറ്റുന്നത് പോലെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പം അനി പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം കാണുമോ എന്നൊരു ചെറിയൊരു സംശയം നമ്മുടെ നന്ദുവിന്. കാരണം ഈ നവീൻ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എനിക്ക് പറ്റുന്നത് പോലെ നോക്കും എന്ന് ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്. ഡിവോഴ്സ് മറ്റന്നാൾ കിട്ടുമെന്നുള്ള ഉറപ്പൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നവീൻ നന്ദുവിനെയും ആകെ ചുറ്റിക്കുകയാണ്. രണ്ടുപേരും കൂടെ എന്നെ കുറെ ചുറ്റിച്ചതല്ലേ, രണ്ടുപേരുടെയും സമാധാനം കുറച്ച് പോട്ടെ, എന്നിട്ടേ കാര്യങ്ങൾ ഞാൻ നടപ്പിലാക്കുന്നുള്ളൂ. സത്യങ്ങൾ ഇപ്പോൾ തൽക്കാലം ആരും അറിയണ്ട. ഇതൊക്കെ നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം. കാരണം എനിക്ക് ജയിക്കാനുള്ള എല്ലാ പഴുതുകളും റെഡിയാക്കി വെച്ചിരിക്കുക. അതുപോലെ അനാമികയെ പൊളിച്ചെടുക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചാണ് നമ്മുടെ ഈ നവീൻ കാര്യങ്ങളെല്ലാം തീരുമാനമാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ വിജയം എനിക്ക് ഉറപ്പാക്കി വെച്ചിരിക്കുകയാണ് നവീൻ. പക്ഷെ അത് ആരോടും പറയുന്നില്ല. ഇവരെ രണ്ടുപേരായിട്ട് വട്ടം കറക്കിക്കൊണ്ടും ഇരിക്കാം. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരിത്. അല്ല, അനിയുടെ കാര്യത്തിൽ എന്തിനാ നന്ദു ഇത്രയും ടെൻഷൻ ആവണേ? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അവന് ഡിവോഴ്സ് കിട്ടുകയോ കിട്ടാതിരിക്കോ അത് നമ്മുടെ മാറ്റമല്ലല്ലോ. നമ്മുടെ വിവാഹം ആകുമ്പോഴത്തേക്കും അവൻ നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുമല്ലോ എന്നൊക്കെ നവീൻ പറയുമ്പോൾ, അതല്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു ഫ്രണ്ടല്ലേ നവീനേട്ടാ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. മാത്രമല്ല, ഈ ഒരു ഡിവോഴ്സിൻ്റെ പേരിൽ അവൻ ഒരുപാട് ടെൻഷൻ അടിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും അവൻ്റെ ടെൻഷന് ഒത്തിരി നാളൊന്നും കാത്തിരിക്കേണ്ടി വരില്ലായിരിക്കും. ഇനിയിപ്പോൾ അനാമികയുടെ അച്ഛൻ വേണുവും എന്താണോ കോടതിയിൽ പറയുന്നത് അതുപോലെ ഇരിക്കും നന്ദു ബാക്കി കാര്യങ്ങൾ. നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണേ. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞെന്ന് ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ അവിടുന്ന് പോയി. നവീൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നന്ദുവിന് ഇനിയിപ്പോൾ അനി പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. നവീനേട്ടന് ഇതിനകത്ത് എന്തൊക്കെയോ ഒരു കള്ളത്തരം കാണിക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്നങ്ങനെ മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞു. കോടതി വരാന്ത, കോടതി വിളപ്പ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. കോടതിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അനാമികയും അച്ഛനും കൂടി ഇന്നെങ്കിലും കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം. പിന്നെ ഇവരിപ്പോൾ പുതിയതായിട്ടൊരു വക്കീലിനെയും വെച്ചിട്ടുണ്ട്. ആ വക്കീൽ ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. എന്തായാലും കോടതിയിലിട്ട് നവീൻ വക്കീലിനെയും അതുപോലെ അനന്തപുരിക്കാരെയും നമ്മുടെ വക്കീൽ ഉറപ്പാണ്. അതിനൊരു മാറ്റവും ഇല്ല, ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രതീക്ഷയോട് കൂടി പോന്നു. എന്തായാലും നഷ്ടപരിഹാരം കിട്ടും. മാത്രമല്ല, ഈ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ എടുത്തിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കാര്യങ്ങൾ അനുകൂലമായി വരുമെന്നൊക്കെ ഇവർ പറഞ്ഞു. എൻഗേജ്മെൻ്റ് ഒന്നും നടന്നില്ലല്ലോ, അങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു രീതിയിൽ അവരും കാര്യങ്ങൾ മുന്നോട്ട് വെച്ചില്ലേ, അത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു അവസരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നു. എന്തായാലും കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അറിയാമെന്നും പറഞ്ഞ് ഇവർ അച്ഛനും മോളും കൂടെ കോടതിയിലോട്ട് പോവുക. അങ്ങനെ ഇവർ കോടതിയിലേക്ക് പോണു. ഈ സമയത്ത് അവിടെ കോടതി കൂടുന്നു. നമ്മുടെ അനിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു. അതുപോലെ തന്നെ നവീനെ കണ്ടപ്പോഴത്തേക്കും നവീനോട് ഭയങ്കര ഒരു വല്ലാത്ത രീതിയിൽ ഈ വേണുവിൻ്റെ വക്കീലൊക്കെ സംസാരിക്കുന്നു. അപ്പം ഇവിടെ വെച്ചിങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ പൊന്നു സാറേ, അതൊക്കെ നമുക്ക് കോടതിയുടെ അകത്ത് സംസാരിക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നവീൻ അയാളെ ഇങ്ങനെ കളിയാക്കുകയും ചെയ്തു. അപ്പോൾ കോടതിയുടെ അകത്ത് വെച്ച് സംസാരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. 1-2 കേസ് ജയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആളാകേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ നവീൻ വക്കീൽ എന്നൊക്കെ ചോദിച്ചു. സാറിനോട് ഇപ്പം എനിക്കതിനുള്ള മറുപടി പറയേണ്ട ആവശ്യമില്ല, മറുപടി ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ
നവീൻ അകത്തേക്ക് കയറി പോകുക കേട്ടോ. അതിനുശേഷം കോടതി വിളിച്ചു, ജഡ്ജി വന്നു. ഇപ്രാവശ്യം വനിതാ ജഡ്ജിയാണ്. അപ്പോൾ വനിതാ ജഡ്ജി ആയതുകൊണ്ട് തന്നെ ഈ നമ്മുടെ അനാമികയ്ക്ക് സപ്പോർട്ടായിട്ട് കാര്യങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരവിടെ നിൽക്കുന്നത്. അങ്ങനെ കേസ് വിളിച്ച് അനിയെ വിളിച്ചു, അതുപോലെ തന്നെ അനാമികയെയും വിളിച്ചു. ആദ്യത്തെ സെക്ഷൻ വാദം അനാമികയുടെ വക്കീലിൻ്റെ. അനാമികയുടെ വക്കീൽ വന്ന് നിന്ന് അങ്ങോട്ട് നമ്മുടെ അനിയെ കുറേ അങ്ങ് വെള്ളം കുടിപ്പിക്കാനായിട്ട് അങ്ങ് തുടങ്ങി. അപ്പോൾ അനിയോട് ഈ പുള്ളിക്കാരൻ്റെ ചോദ്യങ്ങളും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അനിയുടെ കൂടെ വന്ന ആദർശിനും നയനയ്ക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര ടെൻഷൻ. ദൈവമേ, ഇതെല്ലാം കൈവിട്ട് പോയ ഇത്തവണയും ഡിവോഴ്സ് കിട്ടത്തില്ലേ എന്നുള്ളൊരു ഭയത്തോടു കൂടി ഇവരിങ്ങനെ ഇരിക്കുക. അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നു. അപ്പോൾ അയാൾ മൊത്തം പ്രശ്നമായിട്ടാണ് സംസാരിക്കുന്നത്. അനി ഈ ഒരു കേസ് നിലനിൽക്കുക എൻഗേജ്മെൻറ്റിന് റെഡിയായത്, അതുപോലെ തന്നെ നന്ദുവിൻ്റെ പിന്നാലെ പോയത്, പിന്നെ അനാമികയോട് ഒരു രീതിയിലും സ്നേഹം പ്രകടിപ്പിക്കാത്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇയാൾ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിക്കുക ഇവിടെ സംസാരിച്ച്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ജഡ്ജിക്ക് അനി ഭയങ്കര പ്രശ്നക്കാരനാണ്, ഭയങ്കര കുഴപ്പക്കാരനാണ് എന്നുള്ളൊരു ഇത് വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പം അനി അതിനുള്ള മറുപടികളും പറഞ്ഞു. ഇയാൾ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ടുള്ള മറുപടി അനി പറയുകയാണ്. അപ്പോൾ അനാമികയ്ക്ക് വേണ്ടി ഭയങ്കര സപ്പോർട്ടീവായിട്ടാണല്ലോ വക്കീൽ സംസാരിക്കുന്നത്. ഇതെല്ലാം കേട്ട് നമ്മുടെ നവീൻ ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് ഒബ്ജക്ഷനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നേരത്തേനും ഈ വക്കീലിൻ്റെ സംസാരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നവീൻ വക്കീൽ സംസാരിച്ചാൽ മതിയെന്നുള്ള കാര്യമൊക്കെ പറയുവാണ് ഇപ്പോൾ ജഡ്ജി. അത് കഴിഞ്ഞ് പിന്നെ അനാമികയോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അനാമികയോട് ചോദ്യം ചോദിച്ചപ്പം അയ്യോ കണ്ണടച്ച് പാല് കുടിക്കുന്ന പച്ച പാവ അനാമികയുടെ വർത്തമാനവും അനാമികയുടെ താഴ്മയും എളിമയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ ജഡ്ജി. കാരണം അതുപോലെ സംസാരിക്കുന്നത്. അനിയോട് ചോദിച്ചപ്പോൾ അനി ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നവീൻ വക്കീലിൻ്റെ കൂടെ വരുന്നു. നവീൻ വക്കീൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കഥ മാറി, കളം മാറി. കോടതി ഒരു യുദ്ധക്കളമായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ നവീൻ വക്കീൽ ഓരോന്നോരോന്ന് എണ്ണി പറയുവാണ്. അപ്പോഴേക്കും മറ്റേ വക്കീൽ ഒബ്ജക്ഷൻ പറയാനായിട്ട്, അപ്പോൾ നിങ്ങളുടെ അവസരം കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒബ്ജക്ഷനുമായിട്ട് വരുന്നതെന്ന് ജഡ്ജി ചോദിച്ചു. അങ്ങനെ നമ്മുടെ നവീൻ വക്കീൽ എന്താ പറയുന്നത്, ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തെടുത്ത് എറിഞ്ഞിട്ട് അങ്ങ് കൊടുക്കുവാണോ. നവീൻ വക്കീൽ ചോദിച്ചു ഒരു ചോദ്യത്തിന് പോലും മാന്യമായ രീതിയിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്ന് മറുപടി പറയാൻ ഈ അനാമികയ്ക്കോ വേണുവിനോ ഒന്നും കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ അനാമികയുടെ വക്കീൽ ഇതൊക്കെ ഇവർ പഴുതടയ്ക്കാൻ വേണ്ടി പറയുന്ന കള്ളങ്ങളാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കക്ഷിക്കൊപ്പം ഒരു ദിവസം പോലും സമാധാനത്തോടു കൂടി ജീവിക്കാൻ അനാമിക തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ അനാമിക അതുപോലെ ഉപദ്രവകാരിയായിരുന്നു, മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ അനി പറയാം. ബാക്കി അനിയെക്കുറിച്ച് നമ്മുടെ നവീൻ പറയുക, ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ജഡ്ജിക്ക് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫെബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കാര്യം എടുത്തിട്ട്, അപ്പോൾ ഈ നന്ദുവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അനി ഇതുപോലത്തെ തോന്നിവാസങ്ങളൊക്കെ അനാമികയുടെ മുന്നിൽ കാട്ടിക്കൂട്ടിയതെന്നും പറഞ്ഞ് ഇവർ വലിയ ഡയലോഗ് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് വെറും ഒരു ഇവരുടെ ഒരു പ്രചരണം മാത്രമാണെന്നും, പക്ഷേ അനാമിക ഫെബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അനിയോട് ഈ ക്രൂരതകളെല്ലാം കാണിച്ചതെന്നും അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോയതെന്നും ഈ കാശിന് വേണ്ടി ഇങ്ങനെ കിടന്ന് ഓടുന്നതെന്നും ജീവിച്ചിരിക്കുന്ന തെളിവുകളുണ്ടെന്ന കാര്യം നവീൻ ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പേടിച്ചു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അതാരാ എല്ലാം കൈവിട്ട് പോയി. അപ്പോൾ ഒരു പരിധി വരെ ഇപ്പം എല്ലാം ശരിയായി, ഇവർക്ക് സ്വത്തുക്കൾ കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ നിന്നതാണ്. പക്ഷെ ആ സമയം കൊണ്ട് അങ്ങനെ ജീവിച്ചിരിക്കുന്ന തെളിവിനെ ചോദ്യം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണമെന്ന് നവീൻ പറഞ്ഞപ്പോൾ കോടതി അത് സമ്മതിച്ചു. ഈ സമയത്ത് ആരും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നവീൻ ആ ചെറുപ്പക്കാരനെ കോടതിയിലേക്ക് കൊണ്ടുവരിക. അതായത് നമ്മുടെ അനാമികയുടെ തലവര മാറ്റിക്കൊണ്ട്. അതാരാ? വെറും ആരുമല്ല, ആ ഫെബിൻ തന്നെ. ആ ഫെബിനെ കൊണ്ടുവന്ന് അങ്ങ് നിർത്തി. തീർന്നു, സകലതും തീർന്നു. ഇതോടുകൂടി അനാമികയുടെ ജീവിതം വട്ടപൂജ്യമായി. ഫെബിനും പോകും, അനിയും പോകും. പേര് വഴി ആധാര അച്ഛനും അമ്മയ്ക്കും മോൾക്കും. അങ്ങനെ ഫെബിനെ കൊണ്ടുവന്ന് നിർത്തി. ഈ സമയത്ത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ജീവിച്ചിരിക്കുന്ന തെളിവെന്നും പറഞ്ഞ് നമ്മുടെ നവീൻ കാര്യങ്ങളെല്ലാം പറയാം. അപ്പം നവീനോട് ചോദ്യങ്ങൾ ചോദിച്ചു. നവീൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. അനാമികയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചു പോയതെന്നും, അവിടുന്ന് സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഫെബിൻ പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നെ ജഡ്ജി വരെ ഇത് എന്നതാ ഇവിടെ നടക്കണേന്ന് ചോദിക്കുവാണ്.
പെൺകുട്ടികൾക്ക് നീതി വേണം എന്ന് എപ്പോഴും അലമുറയിട്ട് എല്ലാവരും പറയാറുണ്ടല്ലോ. പക്ഷേ നീതി മേടിക്കാനുള്ള യോഗ്യത കൂടി ആ പെൺകുട്ടിക്കുണ്ടാകണം. ആ പെൺകുട്ടിയുടെ ഭാഗത്തൊരു ന്യായവും നീതിയും മര്യാദയും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പെൺകുട്ടികൾക്ക് നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മര്യാദ ലഭിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജഡ്ജിയും പറയാം. എന്തായാലും ഫെബിൻ വന്നതോടുകൂടി കാര്യങ്ങൾ എളുപ്പമായി. അങ്ങനെ നമ്മുടെ എനിക്ക് കോടതി വിവാഹമോചനം കൊടുക്കുന്നു. ഇതുപോലൊരു പെണ്ണിൻ്റെ കൂടെ ഇനി അനി ജീവിക്കണ്ടെന്ന് കോടതി അങ്ങ് പറഞ്ഞു. എന്തായാലും നമ്മുടെ നവീൻ പുഷ്പം പോലെ കേസ് ജയിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോരുമ്പോഴത്തേക്ക് എല്ലാം കയ്യിൽ നിന്ന് പോയി. അങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായി അച്ഛനും മോളും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും ഇവർക്ക് കാണാൻ അണ കിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഫെബിനും ഈ പറയുന്ന നമ്മുടെ അനാമയ്ക്ക് പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഫെബിൻ്റെ പാട് നോക്കി പോണു. അപ്പോൾ എന്തായാലും എല്ലാം നഷ്ടപ്പെട്ട ഒന്നുമില്ലാത്തവരായിട്ട് കോടതി മുറ്റത്ത് ഇങ്ങനെ വന്ന് തല കുനിച്ച് അനാമികയും അവരെല്ലാവരും കൂടെ നിൽക്കുവാണ്. അനാമികയ്ക്ക് ഭയങ്കര പകയാണ്, ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ നമ്മുടെ അനി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അനി ഇറങ്ങി വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര കലിപ്പ്. അനി വന്നിട്ട് ഇവരോട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നടിയെന്ന് ചോദിച്ചു. എന്നായാലും സത്യം മാത്രമേ അടി ജയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അനാമികയുടെ വക്കീൽ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. വക്കീൽ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ നവീനും ഉണ്ട്. ഇനിയിപ്പോൾ വക്കീൽ സാറുമായിട്ട് എനിക്ക് സംസാരിക്കാമല്ലോ അല്ലേ എന്ന് നവീൻ ചോദിച്ചപ്പം എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുകയാണ് ഈ നമ്മുടെ അനാമികയുടെ വക്കീൽ. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു. എന്തായാലും വിജയശ്രീ ലാളിതനായിട്ട് നമ്മുടെ അനന്തപുരിയിലേക്ക് ആ പോണ പോക്കിൽ നമ്മുടെ നവീനോട് 1000 നന്ദി പറയും. ഞാൻ ഇടയ്ക്ക് വെച്ച് നിന്നൊന്നും സംശയിച്ചായിരുന്നു, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ കൂട്ടുകാരനോട്. അപ്പോൾ നീ ഒരു നന്ദി വാക്കിലൊന്നും ഇത് ഒതുക്കണ്ട, ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കാര്യത്തിന് നീ മുൻപന്തിയിൽ തന്നെ നിന്നാൽ മതി എന്ന് പറയാം. അത് കേട്ടപ്പോൾ കിട്ടിയ സന്തോഷവും വന്ന സന്തോഷവും എല്ലാം കൂടെ ഏത് വഴിക്ക് പോയെന്ന് പോലും അറിയില്ല. എന്തായാലും തൽക്കാലം ആ കുരുക്കിൽ നിന്ന് നമ്മുടെ അനി ഊരി അങ്ങനെ നിൽക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.